ഫലസ്തീനെ സമ്പൂർണ്ണമായി നിയന്ത്രണത്തിലാക്കി ജൂതദേശങ്ങളാക്കുകയാണ് സയനിസത്തിന്റെ ലക്ഷ്യം. സ്വന്തം മണ്ണ് വിട്ടുകൊടുക്കാനാണെങ്കിൽ പക്ഷേ ഫലസ്തീനികളെ കിട്ടില്ല. അപ്പോൾ പിന്നെ വംശഹത്യയാണ് അവർ മുന്നിൽ കാണുന്ന ഏക വഴി. ഗസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന വംശഹത്യയെ വിമർശിച്ച് പ്രശസ്ത ഇസ്രായേലി ആന്ത്രോപോളജിസ്റ്റ് ജെഫ് ഹാൽപ്പർ പങ്കുവച്ച അഭിപ്രായങ്ങളാണിവ. ഫലസ്തീനികളുടെ ചെറുത്തുനിൽപ്പ് സ്വാഭാവികമാണ്. ഇസ്രായേലിന് അവരെ സ്വന്തം മണ്ണിൽ നിന്ന് പുറത്താക്കാനുമാകില്ല. അതുകൊണ്ടാണ് അവർ കൂട്ടക്കൊലകളിലൂടെ അവരെ പേടിപ്പിച്ചു നിർത്താൻ ശ്രമിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഹാൽപ്പർ. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപിന്റെ രണ്ടാം ഊഴം ആരംഭിക്കുന്നത് തന്നെ ഗസയ്ക്കുള്ള ബദൽ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു. ഇസ്രായേലിന്റെ സൈനിസത്തിന്റെ ദീർഘകാല സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള റൂട്ട് മാപ്പായിരുന്നു ട്രംപ് അന്ന് പരസ്യമാക്കിയത്. ഫലസ്തീനികളെ സമ്പൂർണ്ണമായി ഒഴിപ്പിച്ച് ഗസ മുൻപ് അമേരിക്ക ഏറ്റെടുക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം. ഗസയെ പശ്ചിമേഷ്യയുടെ റിവേരയാക്കി മാറ്റുമെന്ന് വിശദീകരണവും നൽകിയ ട്രംപ് ഇസ്രായേലും അമേരിക്കയും തമ്മിലുള്ള റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് ഗസ എന്നും വ്യക്തമാക്കിയിരുന്നു. ഫലസ്തീനികളെ അയൽരാജ്യമായ ഈജിപ്റ്റോ ജോർദാനോ ഏറ്റെടുക്കണമെന്നായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത്. തങ്ങൾ അതിനൊരുക്കമല്ലെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയതോടെ വിചിത്രകരമായ നീക്കങ്ങളുമുണ്ടായി. സൊമാലിയ, സൊമാലിലാൻഡ്, മൊറോക്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് ഗസക്കാരെ മാറ്റിപ്പാർപ്പിക്കണമെന്നായിരുന്നു ഒടുവിലത്തെ നീക്കം. ഇസ്രായേൽ സർവാത്മന സ്വാഗതം ചെയ്ത പദ്ധതി പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ വൻ വിമർശനം നേരിട്ടു. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഉൾപ്പെടെയുള്ള സഖ്യരാഷ്ട്രങ്ങളെല്ലാം ട്രംപിന്റെ ഗസ പ്ലാനിനെതിരെ രംഗത്തെത്തി. സൗദി, ഖത്തർ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളും ശക്തമായ എതിർപ്പറിയിച്ചു. ഇതോടെ താനൊരു അഭിപ്രായം പങ്കുവെച്ചെന്നേ ഉള്ളൂ, ഒന്നും ആർക്കെതിരെ അടിച്ചേൽപ്പിക്കാനില്ലെന്ന് മലക്കം പറഞ്ഞു ട്രംപ് നിലപാട് മയപ്പെടുത്തിയെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ പ്രഖ്യാപിത ലക്ഷ്യവുമായി മുന്നോട്ട് പോവുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഗസയിൽ ഇപ്പോൾ നടക്കുന്ന കൂട്ടക്കുരുതികൾ. വെടിനിർത്തൽ കരാർ തുടരാൻ കൂട്ടാക്കാതെയാണ് വിശുദ്ധ റമദാൻ രാത്രികളിലും ഗസയിൽ ഇസ്രായേൽ രക്തച്ചൊരിച്ചിൽ തുടരുന്നത്. യുദ്ധം അവസാനിച്ചെന്ന് വിശ്വസിച്ച് അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് തെക്കൻ ഗസയിലേക്കും മറ്റും മടങ്ങിയെത്തിയ ജനങ്ങൾക്ക് നേരെയായിരുന്നു കൊടും ക്രൂരത. ജെഫ് ഹാൽപ്പർ പറഞ്ഞ ഭയപ്പെടുത്തി നിർത്തി ആട്ടിയോടിക്കുക എന്ന തന്ത്രം അതിന്റെ ഭീകരരൂപത്തിൽ നടപ്പാക്കുകയാണ് അവിടെ. ഇതേ സമയത്ത് തന്നെ ഗസയിലെ ഫലസ്തീനികളെ എന്നേക്കുമായി അവിടെ നിന്ന് ഒഴിപ്പിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളും ഇസ്രായേൽ നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫലസ്തീനികളെ പശ്ചിമേഷ്യയിൽ നിന്ന് എത്രയോ അകലെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പുനരധിവസിപ്പിക്കാനുള്ള നീക്കമാണ് അണിയറയിൽ നടക്കുന്നത്. ആ നീക്കത്തിന് ചുക്കാൻ പിടിക്കുന്നതാകട്ടെ ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘം മൊസാദും. അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് ആണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നെയാണ് മൊസാദിനെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആഫ്രിക്കൻ രാജ്യങ്ങളുമായി ചർച്ച നടത്തി ഫലസ്തീനികളെ അവിടെ കുടിയിരുത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണ് ഏൽപ്പിക്കപ്പെട്ട ദൗത്യം. ഇതിന്റെ ഭാഗമായി സൊമാലിയ, ദക്ഷിണ സുഡാൻ എന്നീ കിഴക്കൻ ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യങ്ങളുമായി ഇതിനകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞുവെന്ന് റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നു. സൊമാലിയയ്ക്കും സുഡാനും പുറമെ ഇന്തോനേഷ്യയും മൊസാദിന്റെ ലിസ്റ്റിലുണ്ട്. ഗസക്കാരെ ഇന്തോനേഷ്യയിലേക്ക് മാറ്റിപ്പാർപ്പിക്കുമെന്ന് ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫ് മുൻപ് പ്രഖ്യാപിച്ചിരുന്നതുമാണ്. എന്നാൽ ഫലസ്തീനികളെ കുടിയിറക്കിക്കൊണ്ടുള്ള ഒരു പദ്ധതിക്കും തങ്ങൾ കൂട്ടുനിൽക്കില്ലെന്ന് ഇന്തോനേഷ്യ അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അമേരിക്ക ഒഴിവാക്കിയ ഓപ്ഷനാണെങ്കിലും ഇന്തോനേഷ്യയെ ഒന്നുകൂടി ആഞ്ഞുപിടിക്കാനാണ് ഇപ്പോൾ നെതന്യാഹു മൊസാദിനെ തന്നെ ആ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. മൊസാദ് ദൗത്യം ഏറ്റെടുത്തിട്ട് ആഴ്ചകളായെന്ന് ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇതിനിടയിൽ ഗസയിൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിക്കാനുള്ള ഭരണതലത്തിലുള്ള നടപടികളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കാനായി ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ പ്രത്യേക ഡയറക്ടറേറ്റും രൂപീകരിക്കും. അതിന് ഇസ്രായേൽ ക്യാബിനറ്റ് അംഗീകാരവും നൽകി കഴിഞ്ഞു. 2023 ഒക്ടോബർ 7 ശേഷം ഇതുവരെയായി 1,00,000-ലേറെ ഗസക്കാരാണ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലായവർ ലക്ഷത്തിലധികമാണ്. ഗസ ജനസംഖ്യയുടെ 90% ഭവനരഹിതരായി അഭയാർത്ഥികളായി അലയുകയാണ്. ഇതൊരു സുവർണാവസരമായാണ് ഇസ്രായേൽ കരുതുന്നത്. ഒരിക്കലും തിരിച്ചു വരാനിടയില്ലാത്ത, ചെറുത്തുനിൽപ്പും പോരാട്ടവും ഭയക്കേണ്ടതില്ലാത്ത വിദൂര ദേശത്തേക്ക് ഫലസ്തീനികളെ മാറ്റിപ്പാർപ്പിക്കുക, ഗസയെ സമ്പൂർണ്ണമായി ഫലസ്തീൻ മുക്തമാക്കി തങ്ങളുടെ നിയന്ത്രണത്തിലാക്കുക, അവിടെ ജൂത സെറ്റിൽമെന്റുകൾ ആരംഭിക്കുക. ആ ലക്ഷ്യത്തിലേക്കുള്ള ചുവടുവെപ്പുകളാണ് ഇപ്പോൾ അണിയറയിൽ ഒരുങ്ങുന്നത്.